സംഖ്യയുണ്ട്. ഡോഗ് വിസിൽ എന്ന് പറയും. നമ്മള് നായ്ക്കളെ പരിശീലിക്കുമ്പോൾ ആ നായ്ക്കൾക്ക് കേൾക്കാൻ മാത്രം പാകത്തിലൊരു വിസിൽ വിടും. ആ വിസിൽ നായ്ക്കൾ മാത്രമേ കേൾക്കുള്ളൂ, നമ്മൾ കേൾക്കൂല. ഇത് സന്ദീപ് വീശിയ വിസിലുണ്ടല്ലോ, ആ വിസില് RSSകാരനുള്ള വിസിലാണ്. ഞാൻ RSS ഒന്നും വിട്ടുപോയിട്ടില്ല. കെ സുരേന്ദ്രനുമായിട്ട് ചില്ലറ പ്രശ്നമുണ്ട്, അതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കോൺഗ്രസിൽ RSS ഉണ്ട്. ആ കോൺഗ്രസിലെ RSSകാരുടെ കൂട്ടത്തിൽ ഞാൻ കഴിച്ചിലായി പോയിക്കോളാം എന്നുള്ളതാണ്. RSSകാരനായിട്ടുള്ള സന്ദീപ് വാര്യരെ കൊണ്ടുവരികയാണ് പാർട്ടിക്കുള്ളിൽ. തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുന്ന നമ്മൾ പത്രത്തിൽ വായിച്ചു, ടെലിവിഷനിൽ കണ്ടു. BJPയിൽ നിന്ന് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുന്നു. നല്ല കാര്യം. BJP വിട്ടല്ലോ, കോൺഗ്രസിലെത്തിയല്ലോ. സന്ദീപ് വാര്യർ പറയണം എന്ന് കോൺഗ്രസ് നിഷ്കർഷിക്കുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. കോൺഗ്രസിന് വിശ്വാസം അർപ്പിക്കുന്ന മതേതര സ്വഭാവമുള്ള ആയിരക്കണക്കിന് ആളുകളുള്ള സംസ്ഥാനത്ത് സന്ദീപ് വാര്യരെ പോലെ ഒരാളെ പാർട്ടിയിലേക്ക് കൊണ്ടുപോ കോൺഗ്രസ് പറയണമായിരുന്നു, താൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തള്ളിപ്പറയണമെന്ന്. എനിക്കതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അക്കാര്യത്തില് അങ്ങനെ ഒരു മതേതര സ്വഭാവമുള്ള പാർട്ടിയാണ് എന്നെ സംബന്ധിച്ച് എനിക്കറിയാം ആ പാർട്ടിയുടെ സ്വഭാവം എന്താണ്, അല്ലെങ്കിൽ നമുക്കറിയാം ആ പാർട്ടിയുടെ സ്വഭാവം എന്താണെന്ന്. അതുകൊണ്ട് സന്ദീപ് വാര്യർ ഈ തരത്തിൽ അദ്ദേഹം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തള്ളിപ്പറയണം എന്ന് ഞാൻ പറയില്ല. പക്ഷേ മതേതര നിലപാടുകാർ പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. സന്ദീപ് വാര്യർ BJP വിട്ടിട്ടാണ് കോൺഗ്രസിലേക്ക് ചേർന്നത്. സന്ദീപ് വാര്യർ RSS വിട്ടിട്ടുണ്ടോ? സന്ദീപ് വാര്യർ നമ്മളോടുള്ള ടെലിവിഷൻ ചർച്ചയിൽ, നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ടെലിവിഷൻ ചർച്ചകളിൽ വിഷം തുപ്പുകയല്ലേ ചെയ്തിട്ടുള്ളത്. വിഷം തുപ്പിയത് എന്താ? സന്ദീപ് വാര്യരുടെ നാവിൽ മാത്രം വിഷപ്പല്ലുണ്ടോ? സന്ദീപ് വാര്യരുടെ നാവിനിടയിലെ വിഷപ്പല്ല് തിരികെ കയറ്റിയത് എന്താണ്? RSSന്റെ മുൻ സംഘചാലകന്മാരുടെ പുസ്തകങ്ങളാണ് ആരുടെ? സന്ദീപ് വാര്യരുടെ നാവിന്റെ ഇടയിലെ വിഷപ്പല്ല് തിരികിയത്. ആ വിഷപ്പല്ല് മാറ്റിയിട്ടാണോ സന്ദീപ് വാര്യർ? സന്ദീപ് വാര്യർ തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പ് പറയാണ്, 2 ദിവസം എന്റെ സ്വത്തുക്കള് RSSനാണ്. സാധാരണഗതിയില് നമ്മള് വേറൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്കൊക്കെ ചേരുമ്പോ ഒരു ഒളിയും മറയൊക്കെണ്ടാവും. നമുക്ക് ആ രാഷ്ട്രീയ പാർട്ടിയോട് ഈ പൊക്കിൾപ്പടി ബന്ധം അറുത്തു മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്കൊരു ഒളിവും മറവും ഉളുപ്പും ഒക്കെ ഉണ്ടാവും. ഇവിടെ സന്ദീപ് വാര്യർക്ക് ഒരു ഒളിവും മറവും വേണ്ട. പൂർണ്ണ ധൈര്യത്തോടു കൂടി സന്ദീപ് വാര്യർ പറയാണ്, എന്റെ സ്വത്തുക്കള് RSSന്റെ കാര്യാലയം പണിയാൻ ഞാൻ വിട്ടുകൊടുക്കുകയാണ് എന്ന് വെച്ചാ ഒരു സംഖ്യയുണ്ട്. ഡോഗ് വിസിൽ എന്ന് പറയും. നമ്മള് നായ്ക്കളെ പരിശീലിക്കുമ്പോൾ ആ നായ്ക്കൾക്ക് കേൾക്കാൻ മാത്രം പാകത്തിലൊരു വിസിൽ വിടും. ആ വിസിൽ നായ്ക്കൾ മാത്രമേ കേൾക്കുള്ളൂ, നമ്മൾ കേൾക്കൂല. ഇത് സന്ദീപ് വാര്യർ വീശിയ വിസിലുണ്ടല്ലോ, ആ വിസില് RSSകാരനുള്ള വിസിലാണ്. ഞാൻ RSS ഒന്നും വിട്ടുപോയിട്ടില്ല. കെ സുരേന്ദ്രനുമായിട്ട് ചില്ലറ പ്രശ്നമുണ്ട്, അതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കോൺഗ്രസിൽ RSS ഉണ്ട്. ആ കോൺഗ്രസിലെ RSSകാരുടെ കൂട്ടത്തിൽ ഞാൻ കഴിച്ചിലായി പോയിക്കോളാം എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് തീവ്ര ഇസ്ലാമിസ്റ്റ് ചിന്താഗതിക്കാര്, മറുഭാഗത്ത് അതിതീവ്രമായിട്ടുള്ള ഇസ്ലാം മുസ്ലിം വിരോധം. ഇവർക്കൊക്കെ ഒന്നിച്ച് സർവൈവ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് UDF മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ പിന്നെന്താ? അപ്പൊ പിന്നെ സർവനാശാണ്. സർവനാശം ഒന്നും വേണ്ട. കാരണം ഇവര് ലക്ഷ്യം വെക്കുന്നത് തന്നെ കേരളത്തെ അപകടപ്പെടുത്തുക എന്നുള്ളതാണ്. വയനാട് ദുരന്തം നമ്മുടെ തൊട്ടു മുമ്പിൽ നടന്ന കാര്യങ്ങളല്ലേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഏതാനും മാസങ്ങളിലെ ജൂലൈ 30-നാണ് നമുക്ക് ഈ 3 സംഭവങ്ങൾ, അതായത് കേന്ദ്ര സർക്കാർ, സംസ്ഥാനത്തെ ഈ UDFന്റെ മഹാസഖ്യം, അതുപോലെ കേരളത്തിലെ മാധ്യമങ്ങൾ, ഇവരെങ്ങനെയാണ് ഒരു കൂട്ടുമുന്നണിയായി പ്രവർത്തിക്കുന്നത് എന്നത് സംബന്ധിച്ച് ഏറ്റവും നല്ല തെളിവല്ലേ നമ്മുടെ മുന്നിലുള്ള ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ സമയത്ത് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായിട്ടുള്ള ശ്രീ
ഈ മുരളീധരൻ എന്ന് പറഞ്ഞൊരു കാര്യം കേട്ടോ, വയനാട് മുഴുവൻ ഒഴിച്ചുപോയി എന്നൊന്നും പറയല്ല. അവിടെ 3 വാർഡുകൾ മാത്രമേ ഒഴിച്ചു പോയിട്ടുള്ളൂ. 3 വാർഡുകളൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല. കാരണം വംശഹത്യയുടെയും വർഗീയ കലാപങ്ങളുടെയും ആശാന്മാർക്ക് 3 വാർഡുകൾ ഒഴിച്ചു പോയത്, 400 പേര് ഭൂമിക്കടിയിൽപ്പെട്ടു പോയത് വലിയ പ്രശ്നമാണ്. ഒന്നുമല്ല, പ്രശ്നമല്ല. പക്ഷെ അതൊന്നല്ല നമ്മുടെ വിഷയം. ഇന്നലെയും ഇനിയാന്നൊക്കെ ആയിട്ട് വിശദീകരണങ്ങൾ വരുന്ന കാര്യമാണ്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തം നടക്കുന്നത്. ആ ഘട്ടത്തില് നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, ദേശീയ നമ്മുടെ നാടിനെ ആകെ സംബന്ധിച്ചിടത്തോളം, രാജ്യത്തെ ആകെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന ഒരു ദുരന്തമായിരുന്നു. ദുരന്തമെന്ന് നമ്മൾ ഒറ്റക്കെട്ടാണ്. നോക്കൂ, ചൂരൽമല മുണ്ടക്കൈ ദുരന്തം വന്നപ്പോ തിരുവനന്തപുരത്ത് നിന്ന് ആളുകൾ ടാക്സ് പിടിച്ചു വരികയാണ്. എന്റെ കുഞ്ഞിന് കൊടുത്ത മുലപ്പാലിന്റെ ബാക്കി എന്റെ മുലയുണ്ട്, ഞാൻ കൊടുക്കാൻ തയ്യാറാണ്, ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിൽ ഇതാ എന്റെ മുലപ്പാൽ ബാക്കിയുണ്ട് എന്ന് പറഞ്ഞ് വണ്ടി പിടിച്ചു വരികയാണ് ആളുകൾ. ഒറ്റക്കെട്ടായിരുന്നു കേരളം. കാരണം നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം എന്നുള്ള നിലയിൽ ഈ നാട്ടിലെ ജനങ്ങളാകെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സാഹചര്യം തന്നെയായിരുന്നു ചൂരൽമല മുണ്ടക്കൈ ദുരന്തം. പക്ഷെ ആദ്യ ദിവസങ്ങളിൽ തന്നെ നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായിട്ടുള്ള അമിത്ഷാ പറഞ്ഞ എന്താണ്? ഞങ്ങൾ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു, കേരളം കേട്ടില്ല, കേരളം ഒഴിപ്പിച്ചിരുന്നു എങ്കിൽ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം ഉണ്ടാകില്ലായിരുന്നു. ഇന്ത്യൻ പാർലമെന്റിനെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. അത് പിന്നീട് തെളിവ് സഹിതം അങ്ങനെ ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞപ്പോ ആർക്കൊരു അനക്കമില്ല, എല്ലാവരും ചത്ത പോലെ കിടക്കാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്യത്തെ തെറ്റിദ്ധരിപ്പിച്ചു, പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് തെളിവുകൾ സഹിതം വ്യക്തമാക്കിയിട്ടും ആർക്കും ഒരു കുഴപ്പമില്ല. ഇവിടുത്തെ UDF-ന്റെ മഹാസഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമില്ല. കാരണം എന്താ? ആങ്ങളെ ചത്താലും വേണ്ടില്ല, നാത്തൂന്റെ കണ്ണീര് കണ്ടാൽ മതി. ഈ സർക്കാർ ഒരു പദ്ധതിയായിട്ട് മുന്നോട്ട് പോകരുത്. ആ ദുരന്തം അനുഭവിക്കുന്നവരെ സഹായിക്കുന്ന നടപടികളുമായിട്ട് മുന്നോട്ട് പോകരുത്. പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവിടെ രക്ഷാപ്രവർത്തനത്തില്, ദുരിതാശ്വാസ പ്രവർത്തനത്തില്, പുനരധിവാസ പ്രവർത്തനത്തില് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. യാതൊരു പരാതിയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പരാതി യഥാർത്ഥത്തില് UDF എന്ന് പറയുന്ന മഹാസഖ്യത്തിന് ഉണ്ടായിരുന്നില്ല. കാരണം അവർ പറഞ്ഞിരുന്നില്ല. പിന്നെന്താ വേണ്ടത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം വയനാട് എന്ന് പറയുന്നത് ഈ കേരളത്തിന്റെ മാത്രം ഭാഗമല്ല. വയനാട് ഇന്ത്യയുടെ ആകെ ഭാഗം കൂടിയാണ്. നമ്മുടെ ഒരു സാമ്പത്തിക സ്രോതസ്സിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ വളരെ പരിമിതമാണ്. ജൂലൈ 30-ാം തീയതി ദുരന്തം സംഭവിക്കുന്നു. 10-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വരുന്നു. അദ്ദേഹം ഫോട്ടോ ഓപ്പർച്യൂണിറ്റിയുടെ കളിയാണ്. ചെറിയ കുട്ടികളെ എടുക്കുന്നു, താടിയിൽ ഉരസുന്നു. അത് ഫോട്ടോ എടുക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ വീണ്ടും വരസുന്നു. കുറേയധികം ഫോട്ടോഗ്രാഫുകൾ. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ കൈപിടിച്ച് പറയുന്നു, സാമ്പത്തികം ഒരു തടസ്സമായിരിക്കില്ല. നമ്മളൊക്കെ ആശ്വസിച്ചു. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ ദുരന്തം, ആ ദുരന്തത്തിലെ എല്ലാം നഷ്ടപ്പെട്ടവരുണ്ട്. അച്ഛൻ, അമ്മ, ഭാര്യ, മക്കള്, ബന്ധുക്കളാകെ നഷ്ടപ്പെട്ടിട്ടുള്ള നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്. അവർക്കൊരു പുനരധിവാസം ഏർപ്പാടാക്കണം. സാധാരണഗതിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ മതി. ഇടതുപക്ഷമാണ് കേരളം ഭരിക്കുന്നത് എന്ന ഒറ്റ കാരണത്താൽ വീർപ്പ് മുട്ടിക്കുകയാണ്, ശ്വാസം മുട്ടിക്കുകയാണ്. അതിന് കേന്ദ്ര സർക്കാരുണ്ട്, ഇവിടെ കേരളത്തിലെ ഈ പറയുന്ന മഹാസഖ്യമുണ്ട്, അതിനോടൊപ്പം കൂട്ടിച്ചേർന്നിട്ടുള്ള മാധ്യമങ്ങളുണ്ട് എന്നുള്ളതാണ്.